ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ആഞ്ചലീനയുടെ സ്കൂളിൽ വർണ്ണകൂടാരത്തിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ. അപ്പോൾ ഞാനും വാവയും ആഞ്ചലീനയോടൊപ്പം ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ സ്കൂളിലെത്തി. സ്കൂളിലെ കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ക്യാമറ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആൺകുട്ടികളെല്ലാം സൈലൻ്റ് ആയി കേട്ടോ. പക്ഷേ നമ്മുടെ പെൺപടകളെല്ലാം മതിമറന്ന് ആഘോഷിക്കുന്നുണ്ടോ. ഉദ്ഘാടനത്തിനുള്ള സമയം ആകുന്നതേയുള്ളൂ. അപ്പോൾ എന്തായാലും അതുവരെ നമ്മുടെ കുട്ടീസിൻ്റെ ആഘോഷങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം. ഇവിടെ ഡെസ്കിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. അതൊക്കെ സ്വാഗത സമയത്ത് സ്റ്റേജിലിരിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആഞ്ചലീന ഇന്ന് നല്ല ഹാപ്പിയാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വെക്കുമ്പോഴത്തേനും ക്ലാസ്സിൽ കൂടുതൽ ടൈം ഇരിക്കേണ്ടി വരത്തില്ല. രണ്ടെന്ന് പറയുന്നത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പേരൻസിനെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ആഞ്ചലീൻ്റെ ഒരു ഫ്രണ്ട്സാണ് കേട്ടോ. ഇത് സൗഭാഗ്യ, അടുത്ത് നിൽക്കുന്ന ശിവദ, ഇവിടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട് ഡാനിയ. ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ട പോലെ നമ്മുടെ MLA വന്നു, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകാം. കമോൺ. ഈ സ്കൂളിൽ അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള വർണ്ണക്കൂടാരം, ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയ വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KS രാജലക്ഷ്മി, നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ K അഭിലാഷ്, ഈ പദ്ധതിയുടെ വിശദീകരണം നടത്തി ആശംസാ പ്രസംഗം നടത്തുന്ന SSKയുടെ DPC, ജില്ലയിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടത്തുന്ന ഡോക്ടർ നജീബ് സാർ, ഈ സമ്മേളനത്തിൽ ആശംസാ പ്രസംഗത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വെള്ളനാട് ശ്രീകണ്ഠൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു S, ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വാർഡ് മെമ്പർ ശ്രീമതി മെർലിൻ SB, SSKയുടെ DPO ശ്രീമതി ബിന്ദു ജോൺസ്, ശ്രീമതി റജിയത്ത്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ സനു സുരേന്ദ്രൻ, ബഹുമാനിയായ നമ്മുടെ അഡ്മിഷൻസ്, ഈ സ്കൂളിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാഠ്യേതര രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന. അപ്പോൾ നമ്മുടെ വർണ്ണക്കൂടാരം 3 സ്റ്റേജുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. നമ്മുടെ MLAയുടെ സ്പീച്ച് കേട്ടവർക്കറിയാം, 10 ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഓരോ സ്കൂളിനും വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് ഏകദേശം ഗവൺമെൻറ് സ്കൂളുകൾക്കും അനുവദിച്ചിട്ടുണ്ടാകും. ഇതിനിടയിൽ നമ്മുടെ വാവ ഇരിപ്പുണ്ട് കേട്ടോ. അവൾക്ക് ഇതുപോലെ ചേച്ചിമാരുടെ കൂടെയും ചേട്ടന്മാരുടെ കൂടെയും കളിക്കുന്നതാണ് അവൾക്കിഷ്ടം.
ഇതാണ് നമ്മുടെ സജിത്ത് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ സ്കൂളിൽ നടന്ന വായനാദിന മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് നമ്മുടെ സജിത്തിനെ നല്ല രീതിയിൽ അറിയാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ല പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ പ്രീ സ്കൂൾ സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം അവർ ഫുൾ റെഡിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി വന്നതിൻ്റെ ആഘോഷമാണ് അവർ ആഘോഷിക്കുന്നത് കേട്ടോ. വർണ്ണക്കൂടാരം പദ്ധതി അനുവദിച്ച സ്കൂളുകളിൽ ചില സ്കൂളുകളിലൊക്കെ നേരത്തെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ചില സ്കൂളുകളിൽ ഇനിയും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ട്രിവാൻഡ്രം ജില്ലയിലെ ഗവൺമെൻറ് LPS ഉറിയാക്കോട് സ്കൂൾ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുണക്കുട്ടികളുടെ പെർഫോമൻസൊക്കെ ഒന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അടുത്തിനിയും ഇതുപോലൊരു ഉത്സവം നടക്കാൻ പോകുന്നത് നമ്മുടെ ഓണത്തിനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുണക്കുട്ടികൾ നല്ല ആക്റ്റീവായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആഞ്ചലീനയുടെ ക്ലാസ് റൂം ഒന്ന് കണ്ടാലോ. 2nd ഫ്ലോറിലാണ് കേട്ടോ ആഞ്ചലീനയുടെ ക്ലാസ് റൂം. ഇതുവരെ ആഞ്ചലീനയുടെ ക്ലാസ് റൂം വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. സ്റ്റുഡൻസ് ആരും ക്ലാസ്സിലില്ല കേട്ടോ. പക്ഷേ എന്നാലും ഞങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് അവരുടെ ക്ലാസ് റൂം ഒന്നൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ആഞ്ചലീനയുടെ ക്ലാസ് റൂം. ഇതൊക്കെ അവരുടെ പ്രോജക്റ്റുകളാണ് കേട്ടോ സ്റ്റുഡൻസ് കൊണ്ടുവരുന്നതും ടീച്ചേഴ്സ് അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം. ക്ലാസ്സിൽ ആരും ഇല്ലാത്തതിൻ്റെ സന്തോഷ പ്രകടനമാണ് കേട്ടോ ഈ കാണുന്നത്. വർണ്ണക്കടലാസൊക്കെ കൊണ്ട് നമ്മുടെ സ്കൂൾ നല്ല രീതിയിലൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വർണ്ണക്കൂടാരത്തിൻ്റെ 2nd സ്റ്റേജിലോട്ടാണ് കേട്ടോ. ഇതാണ് ആഞ്ചലീനയുടെ ബെസ്റ്റ് ഫ്രണ്ട് വൈഗ. ഇത് 1st സ്റ്റാൻഡേർഡിലെ ഫ്രണ്ടാണ് കേട്ടോ. LKG UKG ശിവതയായിരുന്നു. കുട്ടികൾക്ക് അട്രാക്ഷൻ തോന്നുന്ന എല്ലാ ടൈപ്പ് ടോയ്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഷോപ്പിലാണ് കണ്ടിരുന്നതെങ്കിൽ ആഞ്ചലീന നല്ല ബഹളം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സ്കൂളിലായതുകൊണ്ടാണ് സൈലൻ്റായി നിൽക്കുന്നത്.
ഇതാണ് ആഞ്ചലീനയുടെ ടീച്ചേഴ്സ്. വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്ത സ്ഥലത്തിലൂടെ കുട്ടികളെ കയറ്റുന്നതാണ് കേട്ടോ ടീച്ചേഴ്സ്. നമ്മുടെ വാവയ്ക്ക് ഈ ഒരു കാഴ്ച നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആഞ്ചലീനയോടൊപ്പം അംഗൻവാടി മുതലേ പഠിച്ച ഫ്രണ്ടാണ് കേട്ടോ. ഇവളുടെ പേരാണ് സന. ഇത് വർണ്ണക്കൂടാരത്തിൻ്റെ 3rd സ്റ്റേജാണ് കേട്ടോ. വിലപിടിപ്പുള്ളതായ പലതും ഈ സ്റ്റേജിലാണ് കേട്ടോ വച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടീസ് ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ലക്ഷണമില്ല കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് ഡാനിയയുടെ മോനാണ്. ഏകദേശം മീറ്റിങ്ങിനും ഞാനും ഇവളുമാണ് ബേബീസിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ കമ്പനി ആയതാണ് കേട്ടോ. ഇവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സാണ് ബലൂണും ബോൾസും. പക്ഷേ ഈ ബലൂൺസിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ മുഖത്ത് കാണുന്ന ഈ ചിരിയൊന്നും പിന്നീട് ഉണ്ടാവത്തില്ല കേട്ടോ. ഇപ്പം നല്ല ഹാപ്പിയാണ്, പക്ഷേ ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും കാണത്തില്ല. ഇത് ആഞ്ചലീനയുടെ ബെസ്റ്റ് ഫ്രണ്ടായ വൈഗയുടെ വാവ നൈക ബേബിയാണ് കേട്ടോ. നമ്മുടെ വാവയ്ക്ക് പാർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.